ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ കുഴിമന്തിയാണ്. നമ്മൾ കേരളത്തിലെല്ലാം കുഴിമന്തി കഴിച്ചിട്ട് ഇവിടെ അയർലൻഡിൽ വന്നു കഴിഞ്ഞാൽ കുഴിമന്തി കഴിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിട്ട് നമ്മളിന്ന് വീട്ടിൽ കുഴിമന്തി ഉണ്ടാക്കാൻ പോകണം. അപ്പോൾ എല്ലാവരും പോലെ നമുക്ക് കുഴിമന്തി ഉണ്ടാക്കി കഴിക്കാം. റെഡി? അപ്പം സാധനങ്ങളെല്ലാം ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഓരോന്നായിട്ട് പറഞ്ഞുതരാം. എല്ലാം കേട്ട് പഠിച്ചോണം. നോക്ക്, സവോളയാണ്. സവോള കുനുകുനുകുനാന്ന് അരിഞ്ഞു വെച്ചേക്കുന്നതാണ്. സവോള ആദ്യം ഇതിനകത്തോട്ടിട്ട് അത് കഴിഞ്ഞിട്ട് സത്യം പറഞ്ഞാൽ പച്ച ക്യാപ്സിക്കമാണ് ഇടേണ്ടത്. നമുക്ക് പച്ച ക്യാപ്സിക്കം കിട്ടാത്തത് കൊണ്ട് വേറെ കളറുള്ള ക്യാപ്സിക്കമാണ്. ക്യാപ്സിക്കം ഇടുക. അത് കഴിഞ്ഞിട്ട് മല്ലിയില ഇട്ട് കൊടുക്കുക. മല്ലിയില ഇടുക. ഇനി ചേർക്കേണ്ടതാണ്, നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കേണ്ടത്, ഇത് ഗരം മസാലയാണ്. ഗരം മസാല. പിന്നെ അത് കുരുമുളക് പൊടിയാണ്. കുരുമുളക് പൊടി പിന്നെ ഇച്ചിരി കുരുമുളക് ഇടുന്നുണ്ട്. ഒരു സ്പൈസ്, ഒരു സെറ്റപ്പിനുണ്ട്, കാണാനൊരു സ്റ്റൈലൊക്കെ ആയിരിക്കും. പിന്നെ നമുക്ക് സത്യം പറഞ്ഞാൽ ജീരകപ്പൊടിയാണ് വേണ്ടത്. ജീരകപ്പൊടി ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ജീരകം ഇടുക. പിന്നെ വേണ്ട ചിക്കൻ ക്യൂബ്സാണ്. അതായത് കണ്ടോ, ചിക്കൻ ക്യൂബ്സും കൂടി ഇട്ടിട്ട്, ചിക്കൻ ക്യൂബ്സ് ഇങ്ങനെ പൊടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അടുത്ത് പൊടിഞ്ഞ് വേണുള്ളൂ. അങ്ങനെ ഇട്ടിട്ട് ഇനി എല്ലാം ഉപ്പാണ്. ഇനി ഇടാനുള്ളത് ഉപ്പാണ്. ഉപ്പിട്ട് കൊടുത്തു. ഇനി വേണ്ടത് സൺഫ്ലവർ ഓയിലാണ്. ഇനി അപ്പം ഉപ്പ് ഞാൻ കുറച്ചാണ് തേക്കുന്നത്, കാരണം ചിക്കൻ ക്യൂബ്സിനകത്ത് ഓൾറെഡി ഉപ്പുള്ളത് കൊണ്ട്. എന്നിട്ട് ഇങ്ങനെ നല്ലപോലെ മിക്സ് ചെയ്യുക. നല്ലപോലെ ഈ മിക്സിങ്ങിലാണ് ഇതിൻ്റെ കാര്യം ഇരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടെ, ഇത് സത്യം പറഞ്ഞാൽ ഈ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മൾ വായിലേക്ക് കപ്പലോടിക്കാനുള്ള വെള്ളം വരുന്നുള്ളത് വേറൊരു സത്യം. പക്ഷെ അതൊന്നും നമ്മൾ കാര്യമാക്കത്തില്ല, കാരണം ഒരു അരമണിക്കൂറിനകം നമ്മുടെ സംഭവം എല്ലാം റെഡി ആക്കിയിട്ട് ഇനി നമ്മൾ ഇങ്ങനെ മിക്സാക്കി വെച്ചിട്ട് ഇനി നമ്മൾ ചിക്കൻ എടുക്കുക. അവിടെ ഇങ്ങനെ നല്ലപോലെ ഇത് മിക്സ് ആക്കണം കേട്ടോ. സവോളയിലും ക്യാപ്സിക്കത്തിലും എല്ലാം ഈ സാധനങ്ങളെല്ലാം പിടിക്കണം. അപ്പോൾ അതുപോലെ നമ്മൾ നല്ലപോലെ മിക്സ് ചെയ്ത് ഇങ്ങനെ റെഡിയാക്കി വെച്ചിട്ട് ഇതിൻ്റെ ചിക്കൻ എടുക്കുക. ചിക്കനകത്ത് ഈ അരപ്പെല്ലാം പിടിക്കണമെങ്കിൽ ചിക്കനെല്ലാം നല്ലപോലെ നമ്മളിങ്ങനെ ചെയ്ത് കൊടുക്കണം. ചിക്കൻ തുളയിട്ട് കൊടുക്കും കേട്ടോ. കാരണം അരപ്പെല്ലാം ചിക്കനകത്ത് കയറി പിടിക്കണ്ടേ, അതിന് വേണ്ടിയിട്ടാണ്. അപ്പം ഇത് ഞങ്ങളിവിടെ ആൾഡിയിൽ മേടിച്ചാണ്. ഒരു ഫുൾ ചിക്കന് വില €4.99 എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടുത്തെ 499 രൂപ വരും. എന്നിട്ട് ചിക്കൻ ഇങ്ങനെ ഓരോന്ന് പറിക്കില്ല, ഇങ്ങോട്ടിടുക. സെറ്റായിട്ട് ഇളക്കി അരപ്പങ്ങ് പിടിപ്പിക്കണം ചിക്കനിലോട്ട്. ഇതിനെ ഇളക്കി എല്ലാം മിക്സ് ആക്കിയിട്ട് ഒരു അരമണിക്കൂർ ഈ സംഭവം അരപ്പിൽ പിടിക്കാനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യണം. സമയം ഇച്ചിരി കൂടിയാലും കുഴപ്പമില്ല, നമുക്ക് സമയം ഒക്കെ അനുസരിച്ച് കുറഞ്ഞത് അരമണിക്കൂറാണ്. അപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്കിത് എടുത്തിട്ട് ബാക്കി ചെയ്യാം. അപ്പം അരമണിക്കൂറാട്ടോ നമ്മൾ സമയം കാണാം. അടുത്ത ഭാഗമാണ് സ്പൈസസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ സാധനങ്ങളെല്ലാം കൂടെ നമ്മുടെ ഈ അരിയുടെ കൂട്ടത്തിൽ അവിടെ ഇട്ട് വേവിക്കുകയാണ്. ഒരു 20 മിനിറ്റ് വെന്താൽ മതിയായിരിക്കും. അരി ഒരു പകുതിയാണ് വേകേണ്ടത് നിലവിൽ. അരി ആദ്യം ഇട്ടിട്ട് ഞാൻ പിന്നെ ചിക്കൻ സെപ്പറേറ്റ് വേവിക്കുന്നത് ഞാൻ കാണിച്ചത് എങ്ങനെയാണെന്ന്. അതിങ്ങനെ ക്യൂബ്സ് ഇങ്ങനെ പൊടിച്ചിടണം. ഇങ്ങനെ പൊടിച്ചിടണം. പിന്നെ നമ്മളെ കറുവാപ്പട്ട, ഗ്രാമ്പു, ഏലക്ക, ഇത്രയും സാധനം ഇട്ടിട്ടുണ്ട്. ഇത് അരി പരസ്പരം ഒട്ടിപ്പിടിക്കാതിരിക്കാൻ കൊണ്ട് ഒരു അല്പം സൺഫ്ലവർ ഓയിൽ, ഇച്ചിരി ഉപ്പ്, ഒരു പൊടിക്ക് ഇത്ര ഉപ്പും കൂടി ഇട്ട് കൊടുക്കും. അപ്പൊ ആ സമയത്ത് നമുക്ക് ചിക്കൻ റെഡിയാക്കാം. അപ്പൊ തന്നെ ചിക്കൻ വെക്കുക കേട്ടോ. നോക്കണം.
എന്നിട്ട് ഈ ഗ്രേവി എല്ലാം കൂടെ ഇതിന്റെ മണ്ടലോട്ട് ഇങ്ങനെ വെതറി കൊടുക്കണം. കണ്ടോ, ഇങ്ങനെ വെതറി സ്പേസ് ഒക്കെ അടച്ചു കൊടുക്കണം. കണ്ടോ, ഈ ചിക്കൻ ഒത്തിരി ഉള്ളതുകൊണ്ട് നമ്മൾ രണ്ടായിട്ട് വേവിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അങ്ങനെ രണ്ടായിട്ട് ഇപ്പൊ അരിനുള്ള വെള്ളം തിളച്ചൊക്കെയാണ് ഇപ്പൊ അരി ഇടാം. നമുക്ക് അരി ഇടുവാണ്. നമ്മള് ഇതാ വറുത്തെടുക്കാനാണ്. ചിക്കന്റെ ഒരു സൈഡ് നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇത് നിങ്ങൾ തിരിച്ചു പോകുമ്പോൾ മനസ്സിലാവും. തിരിച്ചിട്ട് അപ്പുറത്തെ സൈഡ് കൂടെ വേവിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. എന്താ ഇങ്ങോട്ട് നോക്കി, ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ചിക്കന്റെ രണ്ട് സൈഡും വെന്തിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. നമുക്കൊന്ന് നോക്കാം. ചിക്കന്റെ രണ്ട് സൈഡും വെന്തിട്ടുണ്ട്. അപ്പൊ നമുക്കിനി അത് അടുത്തതായിട്ട് ഇതിനകത്ത് ദമ്മിടാം. അതാണ് ചെയ്യുന്നത് കേട്ടോ. അരി മുക്കാലും വെന്തിട്ടുണ്ട്. ബാക്കി ചിക്കന്റെ കൂടെ കിടന്നാണ് വേകേണ്ടത്. അപ്പൊ ഇതാ ഇങ്ങനെ അരി നമുക്ക് കോരി ഇങ്ങനെ ഇതിന്റെ ആ സ്പേസ് അടച്ചിങ്ങനെ കോരി നിറയ്ക്കാം. അപ്പൊ തന്നെ ദമ്മ് നമ്മൾ റെഡിയാക്കുവാണ്. പച്ചമുളകാണ് ഇതിലോട്ട് കുത്തി വെക്കുന്നത്. എന്താ ഇങ്ങനെ അടച്ചു വെക്കുക. ഇരിക്കട്ടെ. അപ്പം സംഗതി സെറ്റായിട്ടുണ്ട്. നമ്മുടെ കുഴിമന്തി അങ്ങനെ വെന്ത് അടിപൊളിയായിട്ടുണ്ട്. അപ്പൊ നമുക്കിത് കഴിക്കാൻ എടുത്താൽ മാത്രം മതി. അപ്പൊ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫോളോ ചെയ്യുക, എന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. ബൈ ബൈ.